പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ രാഹുൽ ഈശ്വറിനെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടു. നാളെ രാവിലെ 11 മണി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. തിരുവനന്തപുരം ACJM കോടതിയാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമാണെങ്കിൽ രാഹുൽ ഈശ്വറിന് സങ്കീർണമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കുറ്റാരോപിതന് ജാമ്യം ലഭിച്ച സാഹചര്യം, എന്നാൽ കുറ്റാരോപിതന് വേണ്ടി വാദിച്ചയാൾ ഇപ്പോൾ ജയിലിൽ കഴിയുന്നു, കസ്റ്റഡിയിൽ കഴിയുന്നു. അത്തരത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ ആ യുവതിയെ അധിക്ഷേപിച്ച ഒരു കേസ്, അധിക്ഷേപിച്ചു എന്നുള്ള ഒരു സംഭവമുണ്ട്. ആ കേസിൽ സന്ദീപ് വാര്യർക്കും ഈ കേസിലെ പ്രതികൾ ഒരാൾ രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. രാഹുൽ ഈശ്വറിനെ സന്ദീപ് വാര്യരെ സംബന്ധിച്ച അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് സന്ദീപ് വാര്യൻ്റേത്. ഈ കേസിലെ തന്നെ മറ്റൊരു പ്രതിയാണ്. രാഹുൽ ഈശ്വറിലേക്ക് എത്തുമ്പോൾ നിരവധി തവണ ജാമ്യാപേക്ഷ നൽകുന്നു, എന്നാൽ അതെല്ലാം തള്ളിപ്പോകുന്ന സാഹചര്യം. ഇടയ്ക്ക് ഒരു തവണ കസ്റ്റഡിയിൽ വിട്ടു, ഒരു ദിവസത്തോളം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പിന്നെയും കസ്റ്റഡിയിൽ വിടുകയാണ്. നാളെ 11 മണി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഈ തീരുമാനം തിരുവനന്തപുരം ACJM കോടതിയുടേതാണ്. തിരുവനന്തപുരം ACJM കോടതിയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വിട്ടത്. നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഈശ്വറിന് ഏറെ സങ്കീർണമായ സ്ഥിതിയാണ്. രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് രാഹുൽ ഈശ്വറിൻ്റെ അഭിഭാഷകരും വീണ്ടും മുൻകൂർ ജാമ്യ ഹർജിയുമായി വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും അതിനി എപ്പോഴത്തേക്ക് പരിഗണിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തതയൊക്കെ വരേണ്ടിയിരിക്കുന്നു. നിലവിൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. നാളെ രാവിലെ 11 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു തിരുവനന്തപുരം ACJM കോടതി.